ഹലോ, അപ്പോൾ ഇന്നൊരു വോട്ടൈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് ഞാൻ എണീറ്റ വശം കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നും കാലത്ത് എണീക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം 2 വെള്ളപ്പും പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കുറുമയും പിന്നെ തലേന്ന് ദിവസം ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കൂടിയാണ് രാവിലെ കഴിച്ചത്. ഗ്രീൻ പീസിലേക്ക് നമ്മൾ നാളികേരവും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും പച്ചമുളകൊക്കെ കൂടെ ചേർത്ത് അരച്ച് ഒഴിച്ച് വെക്കുന്ന കുറുമയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് മൈൽഡ് ഫ്ലേവറാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് സ്പൈസസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കോൾസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഗ്രോസറിയും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോൾസ് പോയി സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ കോൾസിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മളൊരു പ്യുവർ കോക്കനട്ട് വാട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോൾസിൽ നിന്ന്. അത് 0 പ്രിസർവേറ്റീവ്സ് ഒക്കെ ആണെന്ന് കണ്ടപ്പോൾ മേടിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ലഞ്ചിന് ആ കോക്കനട്ട് വാട്ടർ കുറച്ച് എടുത്തു. പിന്നെ അതുപോലെ തന്നെ തലേന്ന് ദിവസം വെച്ച ഗീ റൈസും ചിക്കൻ കറിയും പിന്നെ അതുപോലെ റൈത്തയും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് ദിവസത്തേക്ക് നമ്മൾ ഈ തലേന്ന് ദിവസം വെച്ച ഗീ റൈസൊക്കെ പിറ്റേന്ന് ദിവസത്തിന് കഴിക്കുമ്പോൾ എന്താണെന്നറിയില്ല, നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ചിക്കൻ കറി ആണെങ്കിലും പിറ്റേന്ന് ദിവസത്തേക്ക് നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായി ചേർത്ത് കഴിച്ചിരുന്നു. നല്ല ഹെവി ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കര ഹെവി ആയിട്ടാണ് തോന്നിയത്. പിന്നെ വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ പുറത്ത് നല്ല വെയിലായിരുന്നു. പക്ഷെ നല്ല ക്ലൗഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടും കൂടി ഒരു മിക്സഡ് കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനൊരു കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അതിൻ്റെ കൂടെ കഴിക്കാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയാകുമ്പോൾ കുക്ക് ചെയ്യാനൊന്നും നേരം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പാഴ്സൽ മേടിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ചിക്കൻ 65 ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന റൈത്തയും പിന്നെ അതുപോലെ സാലഡും പിന്നെ എന്തോ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവരുടെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ഇത്രയൊക്കെയാണെന്ന് കഴിച്ചത്. അത്രയുള്ള വീഡിയോ. ടാറ്റാ.